കുത്തരിച്ചോറും നമ്മുടെ മീൻ തോരനും റെഡിയായിരിക്കുകയാണ്. വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ തോരൻ. ഈ മീൻ തോരൻ മറ്റു കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ മീൻ തോരൻ കൂട്ടി ഒരു പ്ലേറ്റ് ചോറ് തിന്നാൻ പറ്റും. ഇനി നമ്മൾ ആ മീൻ തോരൻ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ പോവുക. ആദ്യം നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. 1/2 കിലോ ചാള, കൊച്ചു ചാള. അത് വെച്ച് നമ്മൾ ആദ്യം ചൂടായപ്പോൾ ഇഞ്ചി ഇട്ടു. അരിഞ്ഞിട്ടാണ് ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി. മീനനുസരിച്ച് 1/2 കിലോ കൊച്ചു ചാള. അത് കഴിയുമ്പോൾ നമ്മൾ കണ്ട തേങ്ങ കൊച്ചായി കഴിഞ്ഞത് ഇട്ട് അത് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിഞ്ഞതായി വരുമ്പോൾ ഇത് ചൂടായി വരുമ്പോൾ നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ടു. എത്ര കൊച്ചുള്ളിയാണ്? ഈ കൊച്ചു പോപ്പയ്ക്ക് ഒരു കൊച്ചുള്ളി 500 ഗ്രാം. 12 കൊച്ചുള്ളി വേണ്ടട്ടെ. വെച്ചൊന്ന് വേണ്ട വരുമ്പോൾ ഇട്ടിട്ട് ജസ്റ്റ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ഇടാം. ഇതെല്ലാം കൂടെ 4-3 ചെറിയ പച്ചമുളക്. ചെറിയ പച്ചമുളക് എരിയുള്ള പച്ചമുളകാണോ? എരിയുള്ളതാണ്. ഇതെല്ലാം വെച്ച് നല്ലതുപോലെ മൂക്കണം. മൂത്ത് വരാൻ കുറച്ച് സമയം എടുക്കും. നല്ല കളർ മാറി വരുന്നവരെ ഇപ്പം നമ്മൾ ഉള്ളി നല്ലതുപോലെ ചുമന്ന് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും തേങ്ങാക്കിട്ട് ഇനി കറിവേപ്പില ഇടുക. കൊച്ചു സിമ്മിൽ വെക്കണം. കൊച്ചു സിമ്മിൽ തേച്ച് വെച്ച് ഇളക്കി വെച്ചിട്ട് നമ്മൾ ഈ 500 ചാളയ്ക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. ചേർത്ത് കരിഞ്ഞുപോകാതെ ഇളക്കണം. കരിഞ്ഞാതെ എണ്ണയിൽ ഇച്ചിരിയൊക്കെ ഇളക്കണം. കേൾക്കാൻ പറ്റും. കരിഞ്ഞാതെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ചുവന്ന് വരുമ്പം മീനിടണം. മീൻ ഇതേപോലെ നമ്മൾ വറുക്കാൻ വരയുന്ന കണക്ക് വരഞ്ഞ മീനായിരിക്കണം. മല്ലിപ്പൊടിയൊന്നും വേണ്ട. മല്ലിപ്പൊടി വേണ്ട, മഞ്ഞപ്പൊടി വേണ്ട, ഇതൊന്നും വേണ്ട. ഇങ്ങനെ മീൻ ഇങ്ങനെ നല്ലപോലെ ആ എണ്ണയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നേരത്തെ കൂട്ടി ഇങ്ങനെ ഇളക്കി കൊടുക്കണം കുറച്ച് നേരം. ഈ മീന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച്. ഇനി നമുക്കിതിൽ ഉപ്പ് പൊടി ഇടാം. ഉപ്പ് പൊടി ഇട്ടു. അടുത്തായിട്ട് എന്താ ഉപ്പ് ചേർക്കാൻ പോകുന്നത്? ആവശ്യത്തിന് ഇതിന് ആവശ്യമായിട്ടുള്ള ഈ തോരൻ ആവശ്യമായിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ ഉപ്പ് ആവശ്യമാണ്. അപ്പോൾ അവരവർക്ക് ആവശ്യത്തിനുള്ള രീതിയിലുള്ള ഉപ്പ് ചേർക്കണം. ടേസ്റ്റ് ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് കൂട്ടിൽ ഇളക്കി ഇങ്ങനെ യോജിപ്പിക്കുക. ഇതിൽ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. ഈ മീൻ ഈ ആവിയിൽ വേണ്ടത് വേവുക.
അതായത് ഒരു തുള്ളി വെള്ളം ഒരു തുള്ളി ചേർക്കാതെ പോലും വെള്ളം ഇതിൽ ചേർക്കത്തില്ല. ആവിയിൽ വേണം വേവാൻ. നമുക്ക് അടുത്ത സാധനം തേങ്ങാപ്പീരൊക്കെ കഴിഞ്ഞപ്പോഴാണ് അത് ഇനി ഇടും. ഇതൊന്ന് നല്ലോണം വറந்து വരും. കണ്ടോ, ഇതിങ്ങനെ ഇപ്പം എല്ലാം ഇങ്ങനെ ആയി. എന്നിട്ട് ഇതിങ്ങനെ ഒതുക്കി ആവി പോകാതിരിക്കാൻ ഇങ്ങനെ ഒതുക്കി വെക്കണം. കണ്ടോ, ഒതുക്കി ചേർത്ത് സെൻറ്ററിലോട്ടായിട്ട് കൊച്ചു തീയിൽ വേണം. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. എന്ന് വെച്ചാൽ വെള്ളം ചേർക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ വെക്കണം. ചെറു തീയിൽ വെള്ളം ചേർക്കാതെ ഈ കൂട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തേങ്ങാപ്പീര ഇടും. ഇത്രയും മീന് ഒരു കപ്പ് തേങ്ങ, അരമുറി തേങ്ങ, മീഡിയം സൈസ് കൊച്ചു ചാള ആയതുകൊണ്ട് ആ തേങ്ങാപ്പീരയിൽ ഇങ്ങനെ മേല് പൊതിഞ്ഞ് വെക്കണം. ഇങ്ങനെ ആക്കി വെക്കണം. അതിൻ്റെ ആവിയും കൂടെ ഇറങ്ങി ഇത് വേവാൻ. ഇങ്ങനെ ഒതുക്കി വെക്കണം. മീൻ വേവണം ഇതിൽ കൊച്ചു തീയിൽ. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഈ മൂടിയിൽ എപ്പോഴും എല്ലാം കൊച്ചു തീയിലാണ് ഇങ്ങനെ അടച്ചു വെക്കുക. എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് വെന്തെന്ന് അത് പിന്നെ പറയത്തില്ല. ഇനി നമ്മൾ ഇത് മൂടി തുറന്ന് നോക്കാം. ഇരുന്ന് വെന്ത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ ഇതിനി ഇതിലെ ടെക്നിക്ക് എന്ന് വെച്ചാൽ ഈ മീനകത്ത് മുള്ളുണ്ട്. ഈ മുള്ളെടുക്കണം. ആ മുള്ള് ഇങ്ങനെ ഇതിൻ്റെ ഹെഡിൽ പിടിച്ച് ഇങ്ങനെ ഇളക്കുമ്പോൾ മുള്ളിങ്ങി പോകും. അങ്ങനെ ഇളക്കി ഈ മുള്ളെല്ലാം എടുക്കണം. ആയിട്ടുണ്ട്. മീനെല്ലാം വെന്തിട്ടുണ്ട്. അങ്ങനെയുണ്ടോ, മീൻ ഇതിൽ നിന്ന് ഇളവി വരും. ഇങ്ങനെ മീൻ കുടഞ്ഞ് ഈ മുള്ളെല്ലാം മാറ്റണം. എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞ് ഇങ്ങനെ മുള്ള് മാത്രമായിട്ട് മാറ്റി എടുക്കുക. മുള്ള് ഇതിൽ കിടക്കാൻ പാടില്ല. ആവിയിൽ ഇങ്ങനെ വെന്ത് കഴിയുമ്പം നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ മുള്ളിളകി വരും. അന്നേരം ഇങ്ങനെ കുടഞ്ഞ് ഇങ്ങനെ എടുത്താൽ മതി. അങ്ങനെ നമ്മൾ മീനിൻ്റെ മുള്ളെല്ലാം മാറ്റി വെച്ച് മുള്ളോളം നമ്മൾ അതിനകത്ത് നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എണ്ണ പിടിച്ച് ഇളക്കിയെടുക്കുക. ദോശയുടെ കൂടെയും നല്ലതാണ്. മീൻ തോരനെന്നും പറയാം, മീൻ റോസ്റ്റെന്നും പറയാം. നമുക്കിപ്പം ആ ചാവ വെച്ച് നമുക്ക് കുട്ടികളുടെ ചോറ് നിർത്തട്ടെ. നാടൻ കുത്തരിച്ചോറും നമ്മുടെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ട്രൈ ചെയ്ത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്.